ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഐക്കിയ ബാംഗ്ലൂർ. ആൻഡ് ഐക്കിയ ക്യാൻ ചേഞ്ച് യുവർ അടുക്കള. അടുക്കള മാത്രമല്ലല്ലോ, മൊത്തം ഹോം ഫർണിഷിങ്ങിനും അടിപൊളി സെറ്റപ്പാണ്. അവർ ഒരു റൂം എങ്ങനെ സെറ്റ് ചെയ്യാം അതിലെന്തൊക്കെ സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും, എത്ര ചെറിയ റൂമാണെങ്കിൽ എങ്ങനെ അലങ്കരിച്ച് എങ്ങനെ ഒതുക്കി വെക്കാം, എല്ലാ സാധനങ്ങളും ആ ഒരു വീടിൻ്റെ ഉള്ളിൽ എങ്ങനെ അലങ്കരിക്കാം എന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്ത് അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി എന്തൊക്കെ വേണം എന്നുള്ളതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ മാത്രം എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അടിപൊളി സ്റ്റോർ. നമുക്ക് ഫുള്ളായി ഒന്ന് കണ്ടു നോക്കാം, വീഡിയോ മുഴുവനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഐക്യ എൻട്രൻസിലേക്ക് കാർ നിർത്തിയിട്ട് അടിപൊളിയായ വലിയ കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാർക്ക് നിർത്താൻ പറ്റുന്ന പോലെ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അകത്ത് കയറി വരുന്ന പോലത്തെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കയറി വരുന്ന പോലെ. അപ്പം ഐക്യ എൻട്രൻസ്. ഇനി എൻട്രൻസിൽ കുറേ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ആ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് പോകാം. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, മറ്റേ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള വലിയ ലിഫ്റ്റ് ഉണ്ട്, സർവീസ് ലിഫ്റ്റ് എന്ന് പറയും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞു. നമ്മുടെ ഐക്യയുടെ ബോർഡൊക്കെയാണ് ഇറ്റ്സ് ഗ്രേറ്റ് ടു സീ യു. കാറൊക്കെ വരുന്നുണ്ട്. എൻട്രൻസ് ഇതാണ്, എക്സാക്റ്റ് എൻട്രൻസ്. പോകാം, ഫീമെയിലിന് പോകാം. ബാഗ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. സംഭവങ്ങളൊക്കെ ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. വണ്ടികളൊക്കെ ഉണ്ട്. മറ്റേ നമ്മൾ കാലില്ലാത്തവർക്കും കൈയില്ലാത്തവർക്കൊക്കെ വണ്ടി കാണാനാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ എടുക്കണോ ഇതെടുക്കണോ അത് നോക്കിയിട്ട് എടുത്താൽ മതിയോ? അവിടെ പോയി നോക്കിയിട്ട് എടുക്കാം. വർക്ക് കയറാം, ബാക്കിയുള്ളവർക്ക് എസ്കലേറ്ററിൽ പോകണം. സംഭവം പൊളിയാണ്. വേക്ക് അപ്പ്, ഇറ്റ്സ് ടു സ്ലീപ്പ്. ഉറങ്ങണോ, വീട് കെട്ടണോ, കിച്ചക്കാം ഒന്നുവേണ്ടി ഇവിടെ കുറേ ഉണ്ട്. അതെടുത്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം. വീട് കെട്ടണമെങ്കിൽ വീട് കെട്ടണ ഷേപ്പ് ഉണ്ടാക്കാം. എല്ലാം ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ സ്പെഷ്യലാണ്. അങ്ങനെ സംഭവം. നമ്മൾ ഈ വണ്ടി എടുത്തു, നമ്മുടെ ഐക്യ വണ്ടി. കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വൈഫൈ ഉണ്ട് കേട്ടോ. പക്ഷെ ക്രിസ്മസ് അപ്പൂപ്പനെ ചവിട്ടണ പോലെ. യുവർ ബിസിനസ്, യുവർ ഹോം, യുവർ വേ. ഐക്യ ഫോർ ബിസിനസ്. ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. ഇതൊരു ഹോട്ടലിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ ബാക്കി അവിടെയല്ലേ, ഇനി അങ്ങോട്ട് പോവാം. ക്രിസ്മസിൻ്റെ സെറ്റപ്പും അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ വൈന് കുപ്പികൾ, ഷോറൂംസ്, എല്ലാ പരിപാടിയും ഭയങ്കര സെറ്റപ്പാണ്. എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടിപൊളി. എല്ലാ വീടിൻ്റെ സെറ്റപ്പുകളും അറേഞ്ച്മെൻറ്റ്സ് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ സെഞ്ചി ഉണ്ട്. ഈ സെഞ്ചി എടുത്താൽ മതിയായിരുന്നു. കുറേ എന്തൊക്കെയൊക്കെ ഉണ്ട്, പാത്രങ്ങളുണ്ട്. 99 കലാസ് ബൗളുണ്ട്. പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ ഒന്ന് പിടിച്ചതാണ്. ഒരു വീട് കെട്ടണ പോലെയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു. സോഫയിലിരുന്നാൽ ടി വി കാണാം. ഇവിടെ വേറെ അലമാര, എല്ലാ സെറ്റപ്പും അതുപോലെ കെട്ടി വെച്ചിട്ടുണ്ടാവും. നമുക്കതൊന്നും ആവശ്യമില്ല. നമ്മൾ നോക്കാൻ വന്നത് ടേബിളും ചെയറും ഒക്കെയാണ്. ഇതൊക്കെ പണ്ട് കണ്ട് മടുത്ത്. അടിപൊളി, ഭയങ്കര സെറ്റപ്പാണ്. ഒരു വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം എന്നുള്ള രീതിയിൽ ഫുള്ള് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണാടി, എൻ്റെ പൊന്നോ, ഇതൊക്കെ അടിപൊളി. സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ബാറ്റ് ഉണ്ട്, ഹെൽമെറ്റ് വയ്ക്കാനുള്ള സ്ഥലം, സെറ്റപ്പാണ്. പിന്നെ അലമാര, വാഷിംഗ് മെഷീൻ, അതിൻ്റെ പോലെ തന്നെ കിച്ചൺ. പഠിക്കാനും കളിക്കാനും ഉള്ള സെറ്റപ്പ്. ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങൾ അടിപൊളി. വാർഡ്രോബ്, കിടക്കാം ഒക്കെ ഉണ്ട്. അവിടെ നോക്കിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര രൂപയ്ക്ക് വാങ്ങിയാലാണ് കേരളത്തിലേക്ക് ഫ്രീ ഡെലിവറി ഒക്കെ ഉള്ളത്? നമ്മൾ ലാസ്റ്റ് ടൈം ഇവിടെ നിന്നൊരു സോഫ വാങ്ങിയിട്ടുണ്ടായിരുന്നു.
സോഫ കിടക്കും. ലിവിങ് റൂം ആണ് ഈ കാണുന്നത്. ഇതാ വേറെ കളർ. ഇതെന്താ ലാപ്ടോപ്പ് സപ്പോർട്ട്. തലകണക്കൊക്കെ 299 രൂപ. തലകണി കവറിന് 399 രൂപ. 10 ഇയർ വാറണ്ടിയൊക്കെ കിട്ടുന്നുണ്ട് സോഫയ്ക്ക്. ഇവിടുത്തെ സോഫ നല്ല ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അടിപൊളി. വിരിപ്പ് ഇവിടെ എവിടെയും വെച്ചിട്ടുണ്ടാവും അവർ. നമ്മളിതുപോലത്തെ ഒരു ടേബിളാണ് നോക്കി വന്നത്. പക്ഷേ അടിപൊളി ചാരുക കസേര ഉണ്ടല്ലോ. 9,990 9,000 എന്ന് വെച്ചാൽ 10,000 രൂപ. ഫോട്ടോ വയ്ക്കുന്ന ഫ്രെയിമുകളൊക്കെ കൊള്ളാം. ഇതുപോലത്തെ ഒരു ഫ്രെയിം വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടല്ലോ. ഇരുന്നിട്ട് ഈ ടി വി ഇങ്ങനെ കാണാം. എന്താ രസം. അതിൻ്റെ ആ ബൾബ്, ചെയർ, 7,000 രൂപയ്ക്ക് ടേബിള്, കണ്ണാടി, ഇതൊരു സിമ്പിളായിട്ടുള്ള ഔട്ട്ഡോർ പരിപാടിയായിരിക്കും. എന്താ സെറ്റപ്പ്. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരുടെയും ഭയങ്കര സെറ്റപ്പാണല്ലോ. നമ്മുടെ ഫ്രെയിം ബോക്സുകൾ അങ്ങനെ കുറേ ടൈപ്പ് ബോക്സുകളൊക്കെ ഉണ്ടാവും. വളരെ അടിപൊളി. അന്ന് വിചാരിച്ച ബാൽക്കണിയിലൊക്കെ ഇരുന്ന് വെള്ളടി. അത് ഈ കൊട്ട പണം കിടക്കാം അത്യാവശ്യത്തിന്. സൂപ്പറാണ് സംഭവം. വിജീനെയും കൊണ്ട് വന്നാൽ വിജീനെയും കൊണ്ടുവരാൻ പറ്റിയ സ്ഥലം ഇതായിരുന്നു. നമ്മുടെ ടി വി സ്റ്റാൻഡുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അടിപൊളി ടി വി സ്റ്റാൻഡുകൾ. സൂപ്പർ ടി വി സ്റ്റാൻഡ്. ഇതൊക്കെ ടി വി സ്റ്റാൻഡാണ്. ഇതിന്നൊന്നാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. നമ്മൾ 55-ൻ്റെ ടി വി ആണെങ്കിലും നമ്മളൊരു 75 വാങ്ങും എന്ന പ്രതീക്ഷയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കുറേ ട്രേ ടൈപ്പുകളാണ്. ഇങ്ങനത്തെ കുറച്ച് ട്രേ ഒക്കെ വാങ്ങാം നമുക്ക്. എന്തോ ഒരു സാധനമുണ്ട്. ചെറിയ ടി വി സ്റ്റാൻഡ് വേണ്ടവർക്ക് ചെറിയ ടി വി സ്റ്റാൻഡ്, ഷപ്പൽ സ്റ്റാൻഡ്, മൊത്തത്തിൽ ടി വി സ്റ്റാൻഡിൻ്റെ ഒരു ഭയങ്കര സെറ്റപ്പാണല്ലോ. ഒക്കെ ഭയങ്കര സെറ്റപ്പാണ്. എല്ലാം ഭയങ്കര സെറ്റപ്പാണ്.
രക്ഷയില്ല. കുപ്പികൾ അടുക്കി വയ്ക്കാൻ പറ്റിയ സ്ഥലം, അലമാറകൾ, വേറെ ടി വി സ്റ്റാൻഡുകൾ, പല തരത്തിലുള്ള ടി വി സ്റ്റാൻഡുകളുണ്ട്. 67,000 രൂപ. അങ്ങനെ ഞങ്ങളിവിടുന്ന് ടി വി സ്റ്റാൻഡ് വാങ്ങിയത് 12,000 സംതിങ് ആയി. അടിപൊളിയാണ്. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ അന്ന് നോക്കി ഇതും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതന്നെയാണ് ഇപ്പോൾ ഉള്ളതില്ലേ, ഇതിൻ്റെ മരം. ഓക്കെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് കണ്ടിട്ടെന്താ കാര്യം. നമുക്ക് ടേബിൾ നോക്കാം. കുറേ സ്റ്റാൻഡുകളുണ്ട്, ഇങ്ങനത്തെ പലതരം സ്റ്റാൻഡുകൾ. അടുക്കളയിൽ വയ്ക്കാം, അവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. ചെറിയ റൂം. ആഹാ, ബൾബൊക്കെ കണ്ട. ഇങ്ങനത്തെ വല്ല ബൾബ് വാങ്ങിയാലോ? നല്ല രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് ഈ ബൾബാണ്, വേറെ ലെവൽ. ബാ, ഇതിലിപ്പോൾ ചെരുപ്പിൻ്റെ അലമാറകൾ കുറേ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു അലമാറകൾ. ഇപ്പോൾ ചെരുപ്പ് വയ്ക്കാനും എന്ത് വേണമെങ്കിലും വയ്ക്കാം. ചെരുപ്പ് വയ്ക്കാനും നമുക്ക് ഉപയോഗിക്കാം. ഇത് സിംഗിൾ സ്റ്റാൻഡ് 5,000 രൂപ, 10,000 രൂപൻ്റെ. ഇങ്ങനെ മൾട്ടി സ്റ്റാൻഡ് കുറേ ഉണ്ട്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അടിപൊളി. അറേഞ്ച്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇവരൊരു വീട്ടിലെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണം അങ്ങനെ അറേഞ്ച്. സൈഡ് ബോർഡുണ്ട്. ഇത് എവിടെ ഉണ്ടാവും കേട്ടോ സഞ്ജു ആ സാധനം. ഇതൊക്കെ ചുമരിൽ ഫിറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്, സിംഗിളായിട്ട് കിട്ടത്തില്ല എന്നാണ് എൻ്റെ ഒരു. നമ്മുടെ ടേബിൾ എവിടെയാണ് കിടക്കുന്നത്? ഞങ്ങളൊരു ലാപ്ടോപ്പും ഇതൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും വൈഫിന് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും രണ്ടും കൂടെ ഉള്ള പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു മേശയാണ് നോക്കിക്കൊണ്ട് നടക്കുന്നത്. അതിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് കുട്ടികൾക്കുള്ളത്, കണ്ണാടി സംഭവങ്ങൾ. ഇത് നമ്മൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. Me wind and rain, you're some kind of butterfly. Baby, you give me midnight. You whip up my appetite. Don't leave me here high and dry. Oh, well, I don't wanna jinx it, baby. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് കുറേ ഇത് വേണം. അടിയിലും മേശിൻ്റെ സംഭവങ്ങളൊക്കെ വേണം. വലുതാക്കാൻ ചെറുതാക്കാം. എന്നാൽ ഒന്നും ചെയ്യണ്ട അടുത്ത ഇത് ഡെയിലി ഇത്.
അയ്യോ റെക്കോർഡ് ചെയ്തിട്ടില്ല. അടിപൊളി കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കിച്ചൺ. ഓഹ് എന്താ രസം. ഇതാ മേശ, സ്പൂണ് എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇത് വാഷ് ബേസിൻ്റെയൊക്കെ ആയിരിക്കും. ഭയങ്കര സെറ്റപ്പാണ്, ഭയങ്കര സെറ്റപ്പ്, എല്ലാം സെറ്റപ്പ്. വാർഡ്രോബ്സ്, വർക്കിൻ്റെ ബുക്കുകളൊക്കെ വയ്ക്കുന്ന സംഭവങ്ങൾ, പിന്നെ എന്തൊക്കെയൊക്കെയോ. ഇതാ നമ്മുടെ ചെടികൾക്കൊക്കെ സ്പ്രേ അടിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, ചെറുതും വലുതുമായ ഒരുപാട് സാധനങ്ങൾ ഇവിടെ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. വാർഡ്രോബ്സ്, വേറൊരു കിച്ചൺ മോഡൽ, മൊത്തം സെറ്റായിട്ടൊരു വാഷ് ബേസ്, മൊത്തം കിച്ചൺ സെറ്റ്. ഇതൊന്ന് വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റായിട്ടും. കുറേ പിടികളുണ്ടല്ലോ, നോബ് ആൻഡ് ഹാൻഡിൽസ്. ഓ നമ്മുടെ പെട്ടികൾ. ആ സംഭവം പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഇതാ കിച്ചണിൻ്റെ വേറൊരു സെറ്റ്. ഓരോ സാധനത്തിനും ഓരോ വിലയാണ്. 42,999 രൂപ. ഓരോ ചെറുതിനും വിലയുണ്ട്. അതൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട്. ഭയങ്കര കർട്ടൻ വരെ അടിപൊളിയാണ്. 1790 രൂപ കർട്ടന്. ചെയർ വേറെ സെറ്റപ്പ്. പലതരം ട്രേകളാണ്. ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ അടുക്കി പെറുക്കി എല്ലാ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ. ഇത് വെള്ളം കളയാനുള്ള പോലത്തെ ടൈപ്പ്. പിന്നെ കുറേ പെട്ടികൾ ഇങ്ങനത്തെ 3-4 ഉണ്ട്. 1, 2, 3, 4, 5, 6, 7 ബോക്സിന് മൂടിയുണ്ട്. ഇതാണ് അതിൻ്റെ വില, 400 രൂപ. പിന്നെ ഇതാണ് സംഭവം. 1, 2, 3, 4. വേറെ ടേബിളുണ്ട്, വലിയ ടേബിളാണ്. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ടല്ലോ കുട്ടികളെ കിടത്താനുള്ളതാണ്. വലിയ ഡൈനിങ് ഹാള് സെറ്റപ്പ്, രക്ഷയില്ല. ഇതാ നമുക്ക് പറ്റിയ ബക്കറ്റ് മാറ്റി വെക്കാൻ പറ്റിയ സാധനം. ഇതുപോലത്തെ എന്തെങ്കിലും പെട്ടി ഒന്ന് വാങ്ങേണ്ടതെന്നാണ്. ഇത് ഇങ്ങനെ എവിടെ വേണമെങ്കിലും വെക്കാം, അടുക്കി പറക്കി എവിടെ വേണമെങ്കിലും വെക്കാം. You need this. No other color. കൊള്ളാല്ലേ, അടിപൊളി. വാങ്ങിയാലോ, ക്ലീനാവും ചെയ്യും. കപ്പുണ്ട് കേട്ടോ, നല്ല നല്ല അടിപൊളി കപ്പുകൾ. ഇവിടെ എന്തൊരു സാധനം ഉണ്ടല്ലോ, സ്പോഞ്ച് കഴുകാനുള്ള പാത്രം. ഇത് വേറെ കപ്പ്. സംഭവമൊക്കെ കൊള്ളാം, ചെറുതൊക്കെ ഉണ്ട്. അവിടെ ടേബിൾ അവിടെ. ഇതെന്താ സാധനം? അത് കഴുകാനുള്ളതാണ്. ഓ കഴുകും ചെയ്യാം, വെള്ളം ഒഴിക്കാം. ഓ മഴ കോട് കൊള്ളാം. സെറ്റ് അങ്ങോട്ട് എടുത്തു കേട്ടോ. ഈ ഒരു ഡപ്പ എടുത്തു, ഈ സാധനം എടുത്തു. ഈ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ ഇതൊക്കെ ഉണ്ട്. കണ്ട എല്ലാം വാങ്ങാൻ തോന്നും. അമ്മമാര് സാധനങ്ങളാണ് ഇവിടുത്തെ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എല്ലാം വാങ്ങും. ഇത് പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ അത്യാവശ്യം. അത് പിന്നെ നമ്മൾ അടുക്കി പെറുക്കി വെക്കാൻ പറ്റും. ഒതുങ്ങി നിർത്താൻ പറ്റുന്ന സാധനം. ഇത് വേണമെങ്കിൽ മടക്കി അടുക്കി എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. ഈ സ്റ്റാൻഡുണ്ട്. ഈ സ്റ്റാൻഡാണ് ഇവരുടെ സ്റ്റാൻഡ് എന്ന് പറയില്ലേ. വാൾ ക്ലോക്ക് വരെ കിടു എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എടുത്തേക്കാം.
അടുക്കളൊക്കെ കൊള്ളാം. ഇതിൽ ചോറ് കൊണ്ടുപോയിട്ടാവില്ല. ഇത് ചോറല്ല, ഇതാണ് ടേബിൾ. ഇത്തിരി വലിപ്പമുണ്ട്. നല്ല ടേബിളാണ്, പക്ഷെ ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കമ്പ്യൂട്ടർ ടേബിളായിട്ട് ഈ കൈ കഴുകണ സ്ഥലമൊക്കെ നോക്കിയാൽ ഒരു രക്ഷയില്ലല്ലോ. കിച്ചൺ ആണെങ്കിൽ സിംഗിൾ കിച്ചൺ, ബാച്ചിലേഴ്സിനൊക്കെ പറ്റും. ഇത് പോരാ, വലുതാ. ഈ ടേബിൾ മാത്രം നോക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടും. ശേഖരമാണ്, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതുമായിട്ട് ഉപയോഗിക്കാം, ഇത് വേണമെങ്കിൽ ഇതായിട്ട് ഉപയോഗിക്കാം. സംഭവം പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഇതുണ്ടോ, ഇതിൽ അത്യാവശ്യം കുറേ സംഭവങ്ങളൊക്കെ ഇടാം. ഇത് ബാക്ക് കവേർഡാണ്, മറ്റേത് ബാക്ക് കവേർഡല്ല. മറ്റേത് എല്ലാം സെറ്റപ്പാണ്. 10,000 രൂപ വിലയാണ്. സംഭവം എല്ലാം ഉണ്ട്, ഒരു മേശയുണ്ട്, എല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ നല്ല മേശയുണ്ട്, എല്ലാം സംഭവം സെറ്റപ്പാണ്. പക്ഷെ പ്രശ്നം ഇത് ചുമരിൽ ചാരി വയ്ക്കുന്ന പോലെ ഇത് അവിടെ ഓട്ടയാണ്. ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കാം. ഒരു ടേബിള് പുള്ളിക്കാരി വർക്ക് വീട്ടിൽ നിന്ന് ചെയ്യുന്ന, അപ്പോൾ ഒരു ചെയറും ടേബിളും വേണം പറഞ്ഞു. ഇത്ര ദിവസം എന്താ പറയുക, മറ്റേ ഇതില്ലേ, അവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി ഇരുന്ന് കണ്ട് കളർ ഇഷ്ടപ്പെട്ട് എല്ലാം കൂടെ നോക്കി എല്ലാം സെറ്റപ്പാക്കി ചേട്ടാ എടുക്കാം. അങ്ങനെയൊക്കെയാണ്. ഇതായിരുന്നില്ല ഇതാ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒരു സാധനമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. കണ്ടോ, എന്തായാലും എനിക്ക് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. സാധനങ്ങളാണ്. ഒരു 3500 രൂപ കൊടുത്ത ഈ സാധനം വന്നോ. അതോ നമ്മുടെ കക്കൂസ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ഭയങ്കര സെറ്റപ്പാണ്. ഇതാ ടവലൊക്കെ. ഇതാ കുളിമുറി ഉണ്ട് ഇവിടെ. ആർട്ടിഫിഷ്യൽ അല്ല, ഒറിജിനൽ കുളിമുറി. ഈ അത് വേറെയാണ്, അത് സെപ്പറേറ്റ് ആണ്. ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ബെഡ്റൂം. ഇത് കുട്ടികൾക്കുള്ള ബെഡ്റൂം. അവരെ അടച്ചുപൂട്ടി കർട്ടനൊക്കെ ഇട്ടിട്ട് വെക്കാം. ഫാനും ഉണ്ട്, എല്ലാം സെറ്റപ്പാണ്. ഭയങ്കര സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കർട്ടൻ വരെ അതിന് മാച്ചായ കർട്ടൻ. ഘടികാരം, ഫ്ലവർ വൈസ്. ബെഡ്ഷീറ്റ്, തലയാണി കവർ, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഒരു തലയാണി കവറും ബെഡ്ഷീറ്റും ഉള്ളത് ഒരെണ്ണം എടുത്തു, ഡബിളിൻ്റെ. ഇത് നോക്കി, കട്ടിൽ അടിയിലേക്ക് ആക്കാം, കട്ടിലാക്കാം, ഇതാക്കാം, സോഫയാക്കാം. ഇതാണ് ഈ സോഫ കം ബെഡ്. തുറന്ന് വെച്ചിട്ടുണ്ട്. ഇത് സോഫയാണ്, ബെഡുമാണ്. നമ്മൾ ഓൾറെഡി ഒരെണ്ണം വാങ്ങിയതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല.
സംഭവമൊക്കെ കൊള്ളാം, ഭയങ്കര സെറ്റപ്പാണ്. ഒക്കെ സോഫ കംഫർട്ടാണ്. ഇത് നമ്മൾ പറഞ്ഞു വാങ്ങിയ വീട്ടിലുണ്ട്, ഞാൻ അതിൻ്റെ റിവ്യൂ ഇടാം. അലമാരയും എന്താ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ. ബെഡ്ഷീറ്റുകളൊക്കെ ഇവിടെ ഉണ്ട്, സിംഗിളുണ്ട്, ഡബിളുണ്ട്, കുട്ടികൾക്ക് ഇരിക്കാനുള്ള ചെയറുണ്ട്. എൻ്റെ കക്കൂസ് ഒക്കെ റെഡിമെയ്ഡ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. കുളിമുറി ഉണ്ട് തോന്നുന്നു. കുളിമുറി അല്ലേ, കുളിമുറിയാന്ന് വിചാരിക്കും. ഇങ്ങനെ സെറ്റപ്പാ. ഷോ എന്താ കഥ, തട്ടിക്കൂട്ടി വെച്ചിരിക്കുക. ബാൽക്കണിക്ക് പറ്റിയ സാധനം. നമ്മൾ ബാൽക്കണിയും മറ്റേ സെറ്റപ്പൊക്കെ ചെയ്യാം. 2 ചെയറും അതിന് പറ്റിയ ചെയറും അതിന് പറ്റിയ ടേബിളും. 3500 രൂപയാണ് കേട്ടോ അല്ലാതെ. ചെറിയ കിച്ചൺ അടുക്കി പെറുക്കി വെച്ചിരിക്കാം. ഈ സാധനം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതാണ് എല്ലാവർക്കും യൂസായ സാധനങ്ങളൊക്കെ. എന്തൊക്കെയാണ് ഡപ്പകൾ. ഭയങ്കര സ്റ്റുഡിയോ സെറ്റപ്പ്. എന്താ ചെറുത്. അടിപൊളി ചെയർ. ചെയർ എന്നൊക്കെ പറഞ്ഞ ഈ മേക്കപ്പ്. ഇത് ഈ ഡപ്പയ്ക്കുള്ള മൂടിയും കൂടിയുണ്ട്. ഡപ്പയുണ്ട്, മൂടിയുണ്ട്. അടിപൊളിയാണ്. പുലിക്കുട്ടി ഉണ്ട്, പുലിക്കുട്ടി. എൻ്റെ ആന, തായ്ലൻഡ് ആന.
ഇതാ കുറേ ട്രേകളുണ്ട്, പലതരം ട്രേകൾ. ഇതാ മേലെ വെച്ചിരിക്കുന്ന പോലത്തെ ട്രേ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ട്രേ. ഇതെവിടെ കുറേ സ്റ്റോറേജ് സ്പേസ് സാധനങ്ങളുണ്ടല്ലോ, പക്ഷേ അടപ്പില്ല. ഇതിലൊക്കെ ട്രേ വെക്കാൻ പറ്റുന്ന പോലത്തെ. ഈ ട്രേ ഇങ്ങനെ വെക്കാം. അവിടെ ഇനി ഞാനൊരു 5-6 പെട്ടി എടുക്കുന്ന പരിപാടിയുണ്ട്. ഇത് വേണ്ട, ഇത് ഇത്തിരി വില കൂടുതൽ. കുട്ടികൾക്കുള്ള സ്റ്റോറേജ്, നമുക്കുള്ള സ്റ്റോറേജ് വരും. ഗ്ലാസിൻ്റെ സ്റ്റോറേജാണ് നമ്മുടെ ലക്ഷ്യം. ഗ്ലാസ് സ്റ്റോറേജ് ഇത് വേണ്ട. ഇത് കുഞ്ഞ് സ്റ്റോറേജ്, ഇതൊന്നുമല്ല. നമ്മൾ നോക്കുന്നത് വേറൊരു സാധനം. 149 രൂപ 3 പാക്ക്. യൂണിവേഴ്സറുണ്ടല്ലോ. ആനയുണ്ടല്ലോ, ആന 1500 റുപ്യാണ് ആനയ്ക്ക്. സോഫ്റ്റ് ടോയ് കൊള്ളാട്ടോ, ആന കൊള്ളാം. കുട്ടിത്തൊട്ടിലിന് 7000 രൂപ. അടിപൊളി. കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നാലും ഇഷ്ടപ്പെടും. എല്ലാവർക്കും, ആർക്കാണ് ഇഷ്ടപ്പെടാത്ത, നമുക്കെല്ലാം വാങ്ങാൻ തോന്നും. അമ്മാതിരി ഇഷ്ടപ്പെട്ട ക്യൂട്ട് പാത്രങ്ങളുണ്ട്. ഒരു സെറ്റ് പാത്രമായിരിക്കും. 6 എണ്ണത്തിന് 99 രൂപ. ഇതെല്ലാം അങ്ങനെ നോക്കട്ടോ. പോക്കാണ്. പിന്നെ ഗ്ലാസ്സിൽ എന്ത് വേണമെങ്കിലും എടുക്കാം. അടിപൊളി. ഇതിൻ്റെ പേരെന്താ? നോൺ വെജ് പ്ലാറ്ററോ? ഇതൊക്കെ ഇങ്ങനെ പാത്രങ്ങൾ വയ്ക്കാൻ സെറ്റപ്പ് ഭയങ്കര സെറ്റപ്പാണ്. ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, നേരത്തെ വാങ്ങി. വൈറ്റ് ഐറ്റം പാത്രം കഴുകിയിട്ടൊക്കെ വയ്ക്കാനുള്ള സെറ്റപ്പുകളാണ്. എല്ലാ സംഭവങ്ങളും ഇതിവിടെ ഉണ്ട്. ഇവിടെ ഇതെന്താണ്?
വീട് കെട്ടുന്നവർ അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുന്നവർ അല്ലെങ്കിൽ റൂം അലങ്കരിക്കണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഇനി അതല്ല, വെറുതെ ഒന്ന് പോയി ഒന്ന് റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തോന്നും നമ്മുടെ കിച്ചൺ ഒന്ന് മാറ്റി പിടിച്ചാലോ, അല്ലെങ്കിൽ കിച്ചണിൽ ഇപ്പോൾ ഉള്ള സാധനങ്ങൾ ഒന്ന് ഒതുക്കി ചിട്ടയോടെ അല്ലല്ലോ എന്നൊക്കെ തോന്നും. അപ്പം അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരാനായിട്ടും. ഓക്കെ, എൻജോയ് യുവർ ടൂർ ഇൻ ഐക്കിയ. അപ്പോൾ ഞങ്ങളൊരു കമ്പ്യൂട്ടർ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ, ഒരു ചെയർ, പിന്നെ ഒരു കുട്ടി മേശ എന്ന് പറയില്ല, മേശയല്ല, നമ്മളുടെ ഈ എക്യുപ്മെൻറ്റ്സൊക്കെ, അതായത് എൻ്റെ ഹാർഡ് ഡിസ്ക്, ഫോണ്, ക്യാമറ എക്സെട്ര ഐറ്റംസ്, അതിൻ്റെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം വെക്കാനായിട്ട് ഒരു ചെറിയ കുട്ടി മേശ, ഇങ്ങനെ 2-3 സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് വന്നു. ചെടികളുണ്ട്, ജീവനുള്ളതും ജീവനില്ലാത്തതും, ലൈറ്റ് പലവിധം, പാത്രങ്ങൾ, ചെടികൾ നനയ്ക്കാനുള്ള സാധനം, കൊട്ട, അട്ടി എല്ലാം ഉണ്ട്. വീടിനെ ഭംഗി പിടിപ്പിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്.
സർവീസ് ഫർണിച്ചർ ഏരിയ. നമ്മൾ ഫർണിച്ചർ അവിടെ നോക്കി വെച്ചാൽ നമ്പറൊക്കെ ഫോട്ടോ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ഓർഡർ ചെയ്യും. ഇവിടെ വന്നിട്ട് ഓർഡർ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്പറിൽ പോയിട്ട് എടുത്തിട്ട് പോകാം. പോവുകയാണെങ്കിൽ എടുത്തിട്ട് പോകാം, ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ഡെലിവറി ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഡെലിവറി ഓർഡർ കൊടുത്തിട്ട് പോകും. നമ്മൾ അയക്കുന്ന സാധനമൊക്കെ വാങ്ങി അവരുടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് ഹോം ഡെലിവറി ഇട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഇനി നമ്മുടെ ജി തപ്പി പോകണം. FEABCDEFG, ഇതല്ലേ ജി? എവിടെയാണ് കാറ് വെച്ചിരിക്കുന്നത് നോക്കട്ടെ. ഐക്കിയിൽ നിന്ന് ബൈ ബൈ. കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ യാത്രയായി സൂര്യാംബൂരം. അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഒരാഴ്ച എടുത്തു അത് സാധനം നമുക്ക് കയ്യിൽ കിട്ടാനായിട്ട്. പിന്നെ നമ്മൾ തന്നെ അസംബ്ലി ചെയ്യണം. അതിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ആ അസംബ്ലി വീഡിയോ നമുക്ക് പിന്നീട് ഇടാം. അസംബ്ലി ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കത് പിന്നീട് ഇടാം. അപ്പോൾ